ഇന്നത്തെ പ്രധാന കർമ്മങ്ങൾക്കുള്ള പ്രദക്ഷിണം ആരംഭിക്കുന്നത്. പൂജാ വസ്ത്രങ്ങൾ ഈ നിങ്ങൾ കാണുന്ന ചതുരത്തിലുള്ള ജനങ്ങളുമായിട്ടുള്ള ഇടപഴകൽ അല്ലെങ്കിൽ അഭിവാദ്യങ്ങൾക്ക് ശേഷം പാപ്പ ബസിലിക്കയിൽ പ്രവേശിക്കും. ബസിലിക്കയുടെ അകത്ത് പൂജാ വസ്ത്രങ്ങൾ അണിഞ്ഞ് പ്രധാന ആൾക്കാരിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ താഴെയുള്ള ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു സ്മൃതി മണ്ഡപത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ നിന്നും സ്ഥാനിക ചിഹ്നങ്ങളായ പാലിയം, ഉത്തരീയം, ഫിഷർമാൻസ് റിംഗ്, മുക്കുവന്റെ മോതിരം ഇവ പ്രദക്ഷിണമായിട്ട് സഹകാർമ്മികരോടൊപ്പം കർദിനാൾ സംഘവും മറ്റ് വിശിഷ്ട അതിഥികളും സഭാതലവന്മാരും അടങ്ങുന്ന സഹകാർമ്മികരുടെ സാന്നിധ്യത്തിലുള്ള പ്രദക്ഷിണമായിട്ടാണ് പുറത്തുള്ള പ്രധാന വേദിയിൽ വന്ന കർമ്മങ്ങൾ ആരംഭിക്കുക. അപ്പോൾ ഇന്നത്തെ ചടങ്ങിന്റെ ആദ്യ ഭാഗമാണ് ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പാപ്പ വിശുദ്ധ പത്രോസിന്റെ കുടീരത്തിലേക്ക് പോകുന്ന കർമ്മം. പത്രോസാകുന്ന പാറയിൽ ആരംഭിച്ച സഭയുടെ തുടർച്ചയാണ് എന്ന് കാണിക്കണം. പത്രോസിൽ ആരംഭിച്ച് പത്രോസിൽ തുടങ്ങുന്നു എന്നാണ് ഈ ചെറിയ ലളിതമായ ഈ ചടങ്ങ് പ്രതിഫലിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോ ജനങ്ങളെ അഭിവാദ്യം ചെയ്യാണ് പാപ്പ. പിന്നെ രണ്ടാമത്തെ കർമ്മമാണ് ഇന്ന് സ്ഥാനാരോഹണ കർമ്മം. അതിലുള്ള ചടങ്ങുകളാണ് പാലിയം, ഉത്തരീയം അണിയിക്കുക. പാലിയം, ഉത്തരീയം വെള്ളച്ചെമ്മരിയാടിന്റെ രോമത്തിൽ നിന്നും നെയ്തെടുത്ത നമ്മളുടെ മലയാളത്തിൽ ഷോള് എന്ന് പറയുന്ന വീതി കുറഞ്ഞൊരു ഷോളാണ്. അതിൽ 5 ചുവന്ന കുരിശുകളാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഈ 5 ചെറിയ കുരിശുകൾ ക്രിസ്തുവിന്റെ പഞ്ചക്ഷതങ്ങളെ അനുസ്മരിപ്പിക്കുകയാണ്. അപ്പോ രോമം കൊണ്ട് നെയ്തെടുത്ത ഈ പാലിയം ക്രിസ്തുവിന്റെ പ്രതീകമാണ്. നല്ല ഇടയനായ ക്രിസ്തുവിന്റെ അനുഗാമിയാണ്, പത്രോസിന്റെ പിൻഗാമിയാണ് പാപ്പ എന്ന് അനുസ്മരിപ്പിക്കുകയാണ്. പാപ്പ സ്ഥാനത്തിന്റെ ഇടയരൂപം മനോഹരമായി ചിത്രീകരിക്കുന്ന വളരെ ലാളിത്യമാർന്ന ഒരു സിംബലാണ് പാലിയം, ഉത്തരീയം എന്ന് പറയുന്നത്. കഴുത്തിൽ അണിയുന്ന ഈ ചെറിയ ഷോള് അത് നൽകുന്നു. അതിനുശേഷം അത് നൽകുന്നത് കർദിനാൾ സംഘത്തിന്റെ തലവൻ കർദിനാൾ ആഞ്ചലോ സൊഡാനോയാണ്. അദ്ദേഹം നല്ല ഇടയനായ ക്രിസ്തുവിനെ അനുഗമിക്കാനുള്ള ആത്മീയ ചൈതന്യം അപ്പോസ്തലന്മാരായ പത്രോസ്, പൗലോസ്, സ്ലീഹന്മാരുടെ ഫാദർ വില്യം നെല്ലിക്കലാണ് വത്തിക്കാനിൽ നിന്ന് സംസാരിക്കുന്നത്. മറ്റൊരാൾ കൂടി ചേരുന്നു വത്തിക്കാനിൽ നിന്ന്, ജോസ് കെ മാണി MP. ശ്രീ ജോസ് കെ മാണി, ചടങ്ങുകൾ തുടങ്ങുകയാണ്. ഇപ്പോൾ പുതിയ മാർപ്പാപ്പ വിശ്വാസികളെ അഭിവാദ്യം ചെയ്യുന്നു. താങ്കൾക്ക് എന്ത് അനുഭൂതിയാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്? ഞങ്ങൾ ഇപ്പോൾ സ്ട്രീറ്റ് സ്ക്വയറിന് മുമ്പിലാണ് നിൽക്കുന്നത്. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അവിടെ ഉള്ളത്. മാർപ്പാപ്പ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ജനങ്ങളെ മുഴുവൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഉടനെ തന്നെ ഇപ്പോൾ തിരിച്ച് ബസിലേക്ക് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുമ്പിൽ വന്ന് കുർബാന നടപടികൾ തുടങ്ങുവാൻ പോവുകയാണ്. വലിയൊരു ജനക്കൂട്ടമാണ്. വലിയൊരു ദൈവാനുഗ്രഹം ലഭിച്ച ഒരു പ്രതീതിയാണ്. ഇവിടെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യരാശിയുടെ ഒരു ആധ്യാത്മിക സംഗമമായിട്ടാണ് ഇതിനെ കാണുന്നത്. ലോക രാഷ്ട്ര തലവന്മാരെത്തിയിട്ടുണ്ട്. കർദിനാൾമാര് ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നതിന് തൊട്ട് ഓപ്പോസിറ്റ് തന്നെ എല്ലാ കർദിനാൾമാരും ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ വൈദികര്, ബിഷപ്പുമാര്, അതോടൊപ്പം തന്നെ മതപണ്ഡിതന്മാരെല്ലാവരും എത്തിയിരിക്കുകയാണ്. ഉടനെ തന്നെ ഈ കുർബാന ആരംഭിക്കുവാൻ പോവുകയാണ്. ശ്രീ ജോസ് കെ മാണി, ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണ് താങ്കളുണ്ട്, ആന്റണി MP ഉണ്ട്, ഒപ്പം PJ കുര്യൻ ഉണ്ട്. നിങ്ങൾ ഇന്ത്യയിൽ പ്രതിനിധീകരിച്ച് വത്തിക്കാനിൽ ഈ ഒരു ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ എന്ത് മഹത്വമാണ് നിങ്ങൾ കാണുന്നത്? തീർച്ചയായിട്ടും വളരെയേറെ ഇവിടെ ഒരു പ്രതിനിധിയായിട്ട്, ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് ബഹുമാനായ രാജ്യസഭയുടെ അധ്യക്ഷൻ PJ കുര്യനോടൊപ്പം എത്തുവാൻ കഴിഞ്ഞൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതം എന്ന് പറയുന്നത് മതങ്ങളുടെ തറവാടാണ്. എല്ലാ മതത്തെയും സ്വീകരിക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മിക രാജ്യമാണ്. ആ രാജ്യത്തെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മിക ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്ന വലിയൊരു ഈശ്വരാനുഗ്രഹമാണ്, വലിയൊരു അനുഭൂതിയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. എല്ലാവരും ആ സന്തോഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പുതിയതായി വന്നിരിക്കുന്ന സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്ന മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം
ഇന്ന് ജനങ്ങൾ വലിയൊരു വിശ്വാസമാണ് അർപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു പള്ളി എന്ന് പറയുമ്പോൾ അത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നത് മാത്രമല്ല, വിശ്വാസത്തിൽ പിന്നോക്കം പോയിരിക്കുന്നത്, അവസരങ്ങൾക്ക് ലഭിക്കാത്തവര്, അങ്ങനെ ലോസ്റ്റ് ഹാർട്ട്, ഇങ്ങനെയുള്ള മുഴുവൻ വ്യക്തികളെയും ഉദ്ദേശിച്ചാണ് പിതാവ് സൂചിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും ലോകരാഷ്ട്രങ്ങൾക്ക് അതുപോലെ തന്നെ ജനങ്ങൾക്ക് വലിയ ഒരു ആശയമായി പുതിയ പോപ്പ് മാറും എന്നുള്ള വിശ്വാസമാണ് ജനങ്ങളുള്ളത്. ശരി, ശ്രീ ജോസ് കെ മാണി. ആന്റോ ആന്റണി എം പിയും വത്തിക്കാനിൽ നിന്ന് ചേരുന്നു. ശ്രീ ആന്റോ ആന്റണി എം പി, ഇപ്പോൾ പുതിയ മാർപ്പാപ്പ വിശ്വാസികളെ അഭിവാദ്യം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. താങ്കൾ അവിടെ നിൽക്കുമ്പോൾ എന്ത് ചിന്തയാണ് താങ്കളുടെ മനസ്സിലൂടെ വരുന്നത്? ഇവിടെ ഒന്ന് നോക്കുമ്പോൾ ജാതി മത ചിന്തകൾക്കെല്ലാം അതീതമായി ലോകം മുഴുവൻ ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ പിന്നിലൂടെ ഇറാഖിൽ നിന്നുള്ള ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ പോകുന്നു, ഗൾഫ് രാഷ്ട്രങ്ങളിലെ മുസ്ലിം രാഷ്ട്രങ്ങളിലെ പ്രതിനിധികൾ വരുന്നു, ലോകത്തെമ്പാടുമുള്ള എല്ലാ രാഷ്ട്രങ്ങളിലെയും പ്രതിനിധികൾ, രാഷ്ട്രത്തലവന്മാരും ഭരണകർത്താക്കളും എല്ലാം ഈ ലോകസമാധാനത്തിന് വേണ്ടി ശബ്ദിക്കുന്ന, ലോകസമാധാനം ആഗ്രഹിക്കുന്ന പോപ്പിന്റെ ഈ സ്ഥാനാരോഹണ ചടങ്ങിൽ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റ് മാർപ്പാപ്പമാരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സാധാരണ ചില്ലിട്ട സെക്യൂരിറ്റിയുടെ, കടുത്ത സെക്യൂരിറ്റിയുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ജനങ്ങളുടെ ഇടയിലേക്ക് മാർപ്പാപ്പമാർ പോകാറുള്ളത്. അദ്ദേഹം പുതിയ മാർപ്പാപ്പ തുറന്ന വാഹനത്തിൽ ഇപ്പോൾ ജനങ്ങളുടെ ഇടയിലൂടെ പോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ അവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കാണുന്നത് ആ ജനകീയതയാണ്, ലാളിത്യമാണ്. ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. മാർപ്പാപ്പ എന്നുള്ള ആ ലോകത്തെ 120 കോടിയിലധികം വരുന്ന കത്തോലിക്ക സഭാ വിശ്വാസികളുടെ മാത്രമല്ല, എല്ലാവരുടെയും, സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ജാതിമത വർഗവർണ്ണ ചിന്താഗതികൾക്ക് അതീതമായി എല്ലാവരുടെയും ഒരു വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞ ഒരു മാർപ്പാപ്പ എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ തുടക്കം തന്നെ. ഇപ്പോൾ അദ്ദേഹം എല്ലാ സുരക്ഷിതത്വത്തിന്റെ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ച് ജനങ്ങളുടെ ഇടയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും മറ്റൊരു മാർപ്പാപ്പായും അങ്ങനെ അതിനു മുമ്പ് അങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇത്രയും ധൈര്യമായി കടന്നു ചെല്ലാൻ, ഇത്രയും സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിൽ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നേരിട്ട് കാണാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ നേരെ മുൻവശത്ത് കർദിനാൾമാരുടെ തിരുസംഘത്തിലെ അംഗങ്ങൾ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഇരിക്കുന്ന വശത്ത് 120-ൽ പരം രാഷ്ട്രങ്ങളിലെ രാഷ്ട്രത്തലവന്മാരും ഭരണകർത്താക്കളും പ്രതിനിധികളുമുണ്ട്. ഇവിടെ ഗായക സംഘത്തിന്റെ ഗാനം ഇപ്പോൾ ഇവിടെ അവര് ഗാന പതുക്കെ ആലപിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ണത്താറ ദൂരത്ത്. ഇവിടെ നിന്ന് നോക്കിയാൽ ഈ ഉയർന്ന ബസിലിക്കാട് നിന്ന് നോക്കുമ്പോൾ കണ്ണത്താറുന്ന ദൂരത്തെല്ലാം ലക്ഷക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ലോകത്ത് ഇത്രയും വൈവിധ്യമുള്ള, ഇത്രമാത്രം എല്ലാ വിഭാഗം ആളുകളും പങ്കെടുക്കുന്ന, ഭരണകൂടങ്ങൾ പങ്കെടുക്കുന്ന, രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കുന്ന മറ്റൊരു ചടങ്ങ് ഉണ്ടാകുമോ എന്ന് തന്നെ സംശയമാണ്. അത്രമാത്രം വലിയൊരു പ്രാതിനിധ്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ആന്റോ ആന്റണി എം പിയാണ് വത്തിക്കാനിൽ സംസാരിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഔദ്യോഗിക സ്ഥാനാരോഹണ ചടങ്ങുകൾ തുടങ്ങുകയാണ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക ഇടാങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ചടങ്ങുകൾ ആരംഭിക്കുന്നു. അതിനു മുമ്പ് മാർപ്പാപ്പ ഇപ്പോൾ വിശ്വാസികളെ അഭിവാദ്യം ചെയ്യുകയാണ്.
വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങിന് മുന്നോടിയായി അദ്ദേഹം ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് നീങ്ങുകയാണ്. ഇപ്പോൾ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. പ്രൊഫസർ പി ജെ കുര്യൻ, എങ്ങനെയാണ് അവിടുത്തെ ഒരു ജനക്കൂട്ടത്തിന്റെ ആവേശം? എത്രത്തോളം ലോക നേതാക്കൾ സംബന്ധിക്കുന്നു? ഇവിടെ ഇപ്പോൾ ഉത്സവ പ്രതീതിയാണ്. സംഗീത സാന്ദ്രമായ അന്തരീക്ഷം. പോപ്പ് ഫ്രാൻസിസ് ഒന്നാമന് ജനങ്ങളുടെ ഇടയിലൂടെ വാഹനത്തിൽ ജനങ്ങൾക്ക് ദർശനം കൊടുത്തി ഇപ്പോൾ സഞ്ചരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകള്, അതുപോലെ തന്നെ 150-150ഓളം രാജ്യങ്ങളിലുള്ള പ്രതിനിധികള്. ആ പ്രതിനിധികളെന്ന് പറഞ്ഞാല് രാഷ്ട്ര തലവന്മാരാണ് ബഹുഭൂരിപക്ഷവും ഉൾപ്പെടെ വലിയ വലിയ ഒരു ജനസമൂഹം ഇപ്പോൾ ഇവിടെ കാത്തു നിൽക്കുന്നു. പോപ്പ് ജനസഹസ്രത്തിന്റെ ഇടയിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ വലിയ ഉത്സവ അന്തരീക്ഷമാണ് ഞാനിവിടെ കാണുന്നത്. സംഗീതം ഉയർന്നു കേൾക്കുന്നു, പള്ളി മണികൾ അടിക്കുന്നു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുമ്പിൽ ഞങ്ങൾ എല്ലാവരും, ഞാനും ശ്രീ ജോസ് കെ മാണി എം പിയും ശ്രീ ആന്റണി എം പിയും അടക്കമുള്ള ഇന്ത്യൻ ഡെലിഗേഷൻ ജനസമൂഹത്തോടൊപ്പം ലോകത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ സന്തോഷത്തില് ഈ വളരെ പ്രത്യേകമായ ഈ മുഹൂർത്തത്തിന് ഞങ്ങള് അതിനോട് പങ്കുചേരുന്നു. ഞങ്ങൾക്കതിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. പ്രൊഫസർ പി ജെ കുര്യൻ, എങ്ങനെയാണ് ചടങ്ങുകൾ സംബന്ധിച്ച് കിട്ടിയിരിക്കുന്ന വിവരം? എത്ര സമയമെടുക്കും? എങ്ങനെയൊക്കെയാണ് ചടങ്ങുകൾ? ശബ്ദം കൊണ്ട് എനിക്ക് ക്ലിയർ ആകുന്നില്ല നിങ്ങൾ ചോദിക്കുന്നത് എന്താണ്. പ്രൊഫസർ കുര്യൻ, കേൾക്കാമെന്ന് കരുതുന്നു താങ്കൾക്ക്. എങ്ങനെയൊക്കെയാണ് ചടങ്ങുകൾ സംബന്ധിച്ച് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? ഇവിടെ ക്ലിയർ അല്ല, ചോദ്യം ക്ലിയർ അല്ല. ശബ്ദം മൂലം അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് കരുതുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നു വരുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് വത്തിക്കാനിൽ നിന്ന് കാണുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് അല്പസമയത്തിനകം നടക്കും. ഈ സമയം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ സ്റ്റീഫൻ ആലത്ര ചേരുന്നു. ഫാദർ സ്റ്റീഫൻ, ആദ്യം തന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം സ്ഥാനാരോഹണത്തിന് ഈ ദിവസം തിരഞ്ഞെടുത്തത്? മാർച്ച് 19 കത്തോലിക്ക സഭയെ സംബന്ധിച്ചോളം വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാൾ ദിനമാണ്. സാർവത്രിക സഭയുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. 1840 പിയൂസ് 9 മാർപ്പാപ്പയാണ് മാർച്ച് 19 വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാൾ ദിവസം വിശുദ്ധ ഔസേപ്പിതാവിനെ സാർവത്രിക സഭയുടെ മധ്യസ്ഥനായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ വിശുദ്ധ ഔസേപ്പിതാവിന്റെ മധ്യസ്ഥം സാർവത്രിക സഭയ്ക്ക് ലഭിക്കുന്ന അന്നേ ദിവസം തന്നെ സ്ഥാനാരോഹണം ചെയ്യണം എന്നുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹമായിരിക്കാം ഇന്നേ ദിവസം തന്നെ അദ്ദേഹത്തെ ഈ സ്ഥാനാരോഹണത്തിന് പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഇന്ന് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നോടുള്ള ഭക്തിയും വണക്കവും ഒക്കെ പ്രകടിപ്പിക്കുന്ന ദിവസം കൂടിയാണെന്ന്. തിരുസഭയുടെ മധ്യസ്ഥനാണ്, അതുപോലെ തന്നെ തൊഴിലാളികളുടെ മധ്യസ്ഥനാണ്, കന്യകാവ്രതക്കാരുടെ കാവൽക്കാരനാണ്, നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. തിരുസഭയുടെ മധ്യസ്ഥൻ എന്ന നിലയിൽ തിരുസഭയ്ക്ക് പ്രത്യേകമായിട്ടുള്ള പരിരക്ഷ വിശുദ്ധ ഔസേപ്പിതാവിൽ നിന്ന് ലഭിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തിരുനാൾ ദിനത്തിൽ തന്നെ സ്ഥാനാരോഹണം ചെയ്യണമെന്ന് ഫ്രാൻസിസ് പോപ്പിന് ആഗ്രഹമുണ്ടായതുകൊണ്ടാണ് 19-ാം തീയതി, മാർച്ച് മാസം 19-ാം തീയതി ആഗോള കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായി മാർപ്പാപ്പ സ്ഥാനാരോഹണം ചെയ്യുക. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് അദ്ദേഹം വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നുമില്ലാതെയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നതെന്നാണ്. സാധാരണ ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളെ ഉണ്ടാവാറുള്ളൂ? പാപ്പ മൊബൈലിന് കുറച്ചുകൂടി സെക്യൂരിറ്റി സംവിധാനങ്ങൾ സാധാരണ ഉണ്ടാവാറില്ലേ? വളരെയധികം, പ്രത്യേകിച്ച് ജോൺ പോൾ 2 മാർപ്പാപ്പ ഇതുപോലെ തുറന്ന ജീപ്പിലാണ് വത്തിക്കാൻ ചതുരത്തിൽ യാത്ര ചെയ്തത്. അപ്പോൾ വെടിയേറ്റതിനെ തുടർന്ന് പാപ്പ മൊബൈലുകളിൽ മാത്രമേ മാർപ്പാപ്പമാർ വത്തിക്കാൻ ചതുരത്തിലെ പൊതുപരിപാടികളിലെ ജനങ്ങൾക്കിടയിലൂടെ നീങ്ങിയിട്ടുള്ളത്. ഫ്രാൻസിസ് പോപ്പ് ഇപ്പോൾ അതിനെയൊക്കെ സുരക്ഷ ഇതൊക്കെ അതിലംഘിച്ചുകൊണ്ട് വളരെ ഓപ്പൺ ജീപ്പിലാണ് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ അദ്ദേഹം ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നു, ആളുകളുടെ അടുത്ത് ചെല്ലുന്നു, കുട്ടികളെ തലോടുന്നു, കുട്ടികളെ അനുഗ്രഹിക്കുന്നു.
ജനങ്ങളോട് താതാത്മ്യം പ്രാപിക്കുന്ന വലിയ ഇടയൻ്റെ വലിയൊരു ചൈതന്യമാണ് നമ്മൾ ഇതിലൂടെ കാണുക. പ്രത്യേകിച്ചും വത്തിക്കാനിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എങ്കിലും മാർപ്പാപ്പ തൻ്റെ സ്ഥാനം സ്വീകരിച്ച ശേഷം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ള എല്ലാത്തിലും ഇത്തരത്തിലുള്ള ഒരു ജനകീയത കാണാൻ സാധിക്കും. കോൺക്ലേവ് കഴിഞ്ഞ് കർദിനാൾമാരെല്ലാവരും പോകാനായിട്ട് ബസ്സുകൾ നിരത്തിയിട്ടപ്പോൾ സുരക്ഷാ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് മാർപ്പാപ്പയെ കൊണ്ടുപോകുവാനായിട്ട് വത്തിക്കാൻ്റെ പ്രത്യേക സുരക്ഷാ സൈനികരുടെ മേൽനോട്ടത്തിലുള്ള കാറുകൾ, ഔദ്യോഗിക വാഹനം റെഡിയായിരുന്നു. പക്ഷേ അദ്ദേഹം അതിലൊന്നും കയറാതെ അദ്ദേഹം മറ്റ് കർദിനാൾമാരോടൊപ്പം ബസ്സിൽ ആണ് യാത്ര ചെയ്ത് സാന്താ മാർത്ത എന്നുള്ള കർദിനാൾമാർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോയത്. അപ്പോൾ ജനങ്ങളോട് വളരെയധികം താതാത്മ്യം പ്രാപിക്കാം. അതിനുശേഷം അദ്ദേഹം മരിയ മജോറെ എന്നുള്ള ദേവാലയം സന്ദർശിച്ച് മാതാവിന് മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ തൊട്ടടുത്തുള്ള ഒരു സ്കൂളിലേക്ക് ചെന്ന് കുട്ടികളെല്ലാം കാണുകയും കുട്ടികളൊക്കെ ആ ദൃശ്യങ്ങൾ നമ്മൾ പലപ്പോഴും അന്തർദേശീയ മാധ്യമങ്ങൾ കണ്ടാണ്. കുട്ടികൾക്ക് മാർപ്പാപ്പയെ കണ്ടപ്പോൾ അത്ഭുതം. അപ്പോൾ പലപ്പോഴും സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ അതിജീവിച്ചു അല്ലെങ്കിൽ അതെല്ലാം അതിലംഘിച്ചുകൊണ്ട് മാർപ്പാപ്പ ജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്ന വലിയൊരിതാണ്. അത് തന്നെയാണ് നമുക്കിപ്പോൾ വത്തിക്കാനിൽ കാണാനായിട്ട് സാധിക്കും. വത്തിക്കാൻ ബസിലിക്കയാണ് നമ്മൾ സുന്ദരമായിട്ടുള്ള വത്തിക്കാൻ ബസിലിക്ക നമ്മൾ കാണുന്നു. ഈ ബസിലിക്കയുടെ മുകളിൽ കാണുന്നത് ക്രിസ്തുവിൻ്റെ രൂപവും അതുപോലെ തന്നെ അപ്പോസ്തലന്മാരുടെ രൂപവും 13 രൂപങ്ങളാണ് വത്തിക്കാൻ ബസിലിക്കയുടെ മുകളിൽ ഉള്ളത്. ഏകദേശം 120 വർഷങ്ങൾ കൊണ്ടാണ് ഈ വത്തിക്കാൻ ബസിലിക്ക പണി കഴിപ്പിച്ചിട്ടുള്ളത്. വത്തിക്കാൻ ബസിലിക്കയുടെ ഒരറ്റത്തുള്ള മണിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 120 വർഷം 1506 ഈ ദേവാലയത്തിൻ്റെ പണി ആരംഭിച്ചു. പോപ്പ് ലൂയിസ് രണ്ടാമനാണ് പണി ആരംഭിച്ചത്. പിന്നീട് 1626 ഉർബൻ മാർപ്പാപ്പ ഇതിൻ്റെ ആശീർവാദം. 35 അൾത്താരകൾ ഈ ദേവാലയത്തിനകത്തുണ്ട്. ഈ ദേവാലയത്തിൻ്റെ അടിഭാഗത്ത് 91 മാർപ്പാപ്പമാരുടെ കുഴിമാടങ്ങളുണ്ട്. മൈക്കലാഞ്ചലോയുടെ പ്രസിദ്ധമായ പിയത്ത. ഇപ്പോൾ നമ്മൾ കാണുന്നത് പത്രോസിൻ്റെ ഒരു ചിത്രം, ഒരു രൂപമാണ്. വത്തിക്കാൻ ബസിലിക്കയുടെ മുൻപിലുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള വിശുദ്ധ പത്രോസ് തൻ്റെ കൈകളിൽ താക്കോലുകൾ, 2 താക്കോലുകൾ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും താക്കോലുകൾ പിടിച്ചുകൊണ്ട് വത്തിക്കാൻ പിയാസയിലേക്ക് വിരൽ ചൂണ്ടി നിൽക്കുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള രൂപമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ വത്തിക്കാനിലെ പിയാസോ സാൻ പിയത്രോ എന്ന് ഇറ്റാലിയൻസ് സ്നേഹപൂർവ്വം വിളിക്കുന്ന വത്തിക്കാനിലെ ചതുരമാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന ജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. ഈ വത്തിക്കാൻ ചതുരം മുകളിൽ നിന്നും നമുക്ക് നോക്കുമ്പോൾ 2 കൈകളും തുറന്നു പിടിച്ച് എല്ലാവരെയും സ്വീകരിക്കുന്ന സഭാ മാതാവിൻ്റെ പ്രതീകത്തിലാണ് വത്തിക്കാൻ ചതുരം നിർമ്മിച്ചിട്ടുള്ളത്. 88 വലിയ തൂണുകൾ ഇതിനകത്തുണ്ട്. അതുപോലെ 284 കോളങ്ങളുമുള്ളതാണ് വത്തിക്കാൻ ചതുരം. പ്രശസ്ത വാസ്തുശില്പിയായ ജാൻ ലൊറൻസോ ബെർണീനിയാണ് വത്തിക്കാൻ ചതുരം നിർമ്മിച്ചിട്ടുള്ളത്. വത്തിക്കാൻ ചതുരത്തിൻ്റെ ചുറ്റുമുള്ള ഈ തൂണുകളുടെ മുകളിൽ 140 സഭയുടെ പ്രധാനപ്പെട്ട 140 വിശുദ്ധരെയാണ് പ്രതിമകളാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് രാജ്യത്തിലെ വിവിധ രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാർ അവരുടെ ഒരു നീണ്ട നിരയാണ്. വത്തിക്കാൻ രാഷ്ട്രത്തിന് 177 രാജ്യങ്ങളുമായിട്ട് നയതന്ത്ര ബന്ധമുണ്ട്. വത്തിക്കാൻ ഔദ്യോഗികമായിട്ട് ആരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല. വത്തിക്കാൻ്റെ നയതന്ത്ര കാര്യാലയത്തിൽ നിന്ന് ഇൻഫർമേഷൻ അതാത് രാജ്യങ്ങളിലേക്ക് അയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. US വൈസ് പ്രസിഡന്റ് ജോ ബൈഡൻ, അർജന്റീനയുടെ പ്രസിഡന്റ് ക്രിസ്റ്റീന കിർച്നർ, ജർമ്മൻ ചാൻസലർ ആംഗല മാർക്കൽ, സ്പാനിഷ് പ്രധാനമന്ത്രി മരിയാനോ രജോയ്, ഫ്രഞ്ച് പ്രധാനമന്ത്രി ജീൻ മാർക്ക് എയ്റോൾഡ്, സിംബാബ്വേയുടെ പ്രസിഡന്റ് റോബർട്ട് മുക്കാബെ, തായ്വാന്റെ പ്രസിഡന്റ് മാ യിങ് ജോയിയു, ബ്രസീലിന്റെ പ്രസിഡന്റ് ദിൽമ റൌസഫ്, മെക്സിക്കോയുടെ പ്രസിഡന്റ് എൻറ്റിക്ക പെനോ നിയറ്റോ, ചിലിയുടെ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പിനേറ, യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ് ഹെർമാൻ വാൻ റോംപി തുടങ്ങിയ നീണ്ട നിര ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻഫർമേഷൻ, അതുപോലെ തന്നെ ചില രാജ്യങ്ങൾക്ക് സ്പാനിഷ് രാജകുടുംബം, അങ്ങനെ രാജകുടുംബങ്ങളിലുള്ളവരൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഒരു നീണ്ട നിര, ഒരു 200-ലധികം പ്രധാന വ്യക്തികൾ നമ്മളുടെ ഇവിടെ നിന്ന് MP-മാരൊക്കെയാണ് പോയിരിക്കുന്നത്. അതുപോലെയല്ല, പ്രധാനമന്ത്രിമാർ, മന്ത്രിമാർ, പ്രസിഡന്റുമാർ 200-ലധികം വന്നിട്ടുണ്ട്, എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് കണക്ക്. അതുകൊണ്ട് ഈ ദിവസം ലോകം മുഴുവൻ വത്തിക്കാൻ എന്ന ചെറിയ രാഷ്ട്രത്തിലേക്ക് 108.7 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ചെറിയ രാജ്യത്തിലേക്ക് ഒതുങ്ങുന്നതാണ് സുന്ദരമായിട്ടുള്ള വത്തിക്കാൻ ബസിലിക്ക. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന മാർപ്പാപ്പയുടെ വസതിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബസിലിക്കയുടെ സുന്ദരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക.